ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ശ്രീലങ്കയിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം നമുക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിന് മുന്നേ നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യണം. നമ്മൾ എയർപോർട്ടിൽ വെച്ച് മണി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മലേഷ്യൻ കറൻസി കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. 21,000 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് നമുക്ക് 13,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ആരും എയർപോർട്ടിൽ വെച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യലും. ഒന്നെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും എക്സ്ചേഞ്ചിൽ പോയി നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എക്സ്ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. എയർപോർട്ട് പൊതുവെ ഞാനിപ്പോൾ ഇത് 3ാമത്തെ രാജ്യമോ എല്ലാ രാജ്യത്തും എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തൊക്കെ ഭയങ്കര വൻ നഷ്ടമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി കറൻസി എക്സ്ചേഞ്ച് എവിടെ ഉണ്ടായിരുന്നു അത് തപ്പി പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5,000 രൂപ മാത്രമേ ഉള്ളൂ. അതായത് ശ്രീലങ്കൻ കറൻസി 5,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊന്നും നടക്കത്തില്ല. അപ്പം ആദ്യം എക്സ്ചേഞ്ച് ചെയ്യും, എന്നിട്ട് ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം നമുക്ക് എവിടെ പോവേണ്ടത് തീരുമാനിക്കാനായിട്ട്. ഇന്നലെ നമ്മൾ എത്തിയെങ്കിലും ഇതുവരെ കൊളംബോ ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ഇനി വേണം കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ. കാരണം ഇന്നലെ നമ്മൾ വന്നപ്പോൾ ടയേർഡായിപ്പോയി, ഭയങ്കര ടയേർഡായി. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും, ഇവിടെ നാട് എങ്ങനെയുണ്ട്, ഈ ശ്രീലങ്ക എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഹോട്ടലിൽ നിന്ന് 3 കിലോമീറ്റർ പോയാലേ നമുക്ക് മണി എക്സ്ചേഞ്ച് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെയും മീറ്റർ റീഡിംഗ് ഉണ്ട് കേട്ടോ. മീറ്റർ റീഡിങ് വെച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കൊടുത്താൽ മതി. എത്ര റേറ്റ് ആവാനൊന്നും അറിയത്തില്ല. അപ്പോൾ അത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആയിരുന്നു ഞാൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയത്. നല്ല റേറ്റിന് തന്നെ എനിക്ക് കിട്ടി. ആ ചേട്ടൻ തമിഴായിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടുതൽ എളുപ്പമായി. നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ ലക്ഷപ്രഭുവായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ 1 രൂപ എന്ന് പറയുന്നത് ഇവിടെ 3 രൂപ 68 പൈസ കേട്ടോ. നമുക്ക് മണി എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 3 രൂപ 60 പൈസയ്ക്ക് കിട്ടി. പക്ഷേ എയർപോർട്ടിൽ ഇതിലും ദാരിദ്ര്യമായിട്ടാണ് നമുക്ക് കിട്ടിയാൽ കുഴപ്പമില്ല. അത് ഇച്ചിരി നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കറൻസി കാണിച്ചു തരാം. ഇതാണ് 5,000 രൂപ ഇവിടുത്തെ. പിന്നെ ഇത് 1,000 രൂപ. 1,000 രൂപ 50 രൂപ. ഇത് 100 രൂപ. എല്ലാത്തിലും ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നയോ അല്ലെങ്കിൽ അവരുടെ കലാരൂപങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പിക്ചറാണ് ഓരോന്നിലും കൊടുത്തേക്കുന്നത്. കൊള്ളാം. തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. തമിഴിലും പിന്നെ ഇവിടെ സിംഹള ഭാഷയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പോൾ ലക്ഷപ്രഭുവിൻ്റെ ഉടമയാണ്. ഞങ്ങളിനി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും കേട്ടോ. ക്യാൻഡി പോകാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 12 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യും. ഇപ്പോൾ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഓട്ടോയ്ക്ക് 600 രൂപയായി കേട്ടോ. നമ്മൾ ഓട്ടോയിലാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോയിട്ടൊക്കെ വന്നത്. 600 രൂപയായി. അപ്പം അതിന് ഇവിടുത്തെ മണി വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ലഗേജൊക്കെ ഇവിടെ തന്നെ കീപ്പ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ വേറെ എവിടെ വെച്ചാൽ പോകാമെന്ന് തീരുമാനിക്കുന്നത്. കാരണം എല്ലാ ലഗേജും കൊണ്ട് നമുക്ക് കറങ്ങേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ തിരിച്ച് എവിടെ പോയി കറങ്ങിയാലും തിരിച്ച് കൊളംബോയിൽ തന്നെ വരും. അപ്പോൾ കുറച്ച് ലഗേജ് ഇവിടെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും കേട്ടോ. പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ഇറങ്ങിയത്. പക്ഷേ മണി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. കാരണം നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. അപ്പം ചെക്കൗട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മൾ ബിലാൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൊത്ത് പൊറോട്ട ഭയങ്കര ഫേമസ്. അപ്പോൾ ഞാനൊരു ചീസ് കൊത്ത് പറഞ്ഞു. അപ്പം വരാൻ അത് സമയം എടുക്കുന്നതാണ്. സ്നാക്സ് എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഞാനൊരു സമോസ ഒരു റോളുമാണ് പറഞ്ഞത്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഇത്രയും കൊണ്ടുവച്ച് കണ്ടോ. ഇതെന്താ വെച്ചാൽ ഞാൻ ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചു. പിന്നെ ചോദിച്ചു പറഞ്ഞാൽ ആവശ്യമുള്ള എടുത്ത് കഴിച്ചാൽ മതി പിന്നെ എന്ന് പറഞ്ഞു. ഏതായാലും നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ഒരു റോൾ കഴിച്ചു കേട്ടെ. ഇത് കൈൻഡ് ഓഫ് നമ്മുടെ നാട്ടിലെ മീറ്റ് റോളില്ലേ അതുപോലെയാ. പക്ഷെ കുറച്ചുകൂടെ കട്ടിയാണ് കേട്ടോ. കൊള്ളാം, ഇത് കൊള്ളാം. സമോസ കൈൻഡ് ഓഫ് തിങ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട്. മുട്ടയുടെ ഒക്കെ ഒരു ഫില്ലിങ് അവർ കൊടുത്തേക്കുന്നത്. കൊള്ളാം. നമ്മുടെ നാട്ടിലെ സമോസ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ ചീസ് കൊത്ത് വന്ന കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കുന്നത്. ചീസിൻ്റെയും ഫ്ലേവർ നല്ലോണം ഉണ്ട്.
നമ്മുടെ നാട്ടിലെ കൊത്തു പൊറോട്ടയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തേ ഇല്ല. കുഴപ്പമില്ല, വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഇത് ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. ഞങ്ങൾ ഹാഫാണ് പറഞ്ഞത്, എന്നിട്ട് പോലും കണ്ടോ ഭയങ്കര വലിയ ക്വാണ്ടിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ ഒത്തിരി കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പ്ലേറ്റ് റൈസൊക്കെ, അതായത് ഹാഫ് പ്ലേറ്റ് റൈസൊക്കെ പറയുമ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. ഈ ചീസ് കൊത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മൊത്തവും സവോളയും തക്കാളിയും. ആദ്യത്തെ ബൈറ്റൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി, പക്ഷെ കണ്ടോ ഇത്രയും ക്വാണ്ടിറ്റിയും നമുക്ക് രണ്ടുപേർക്കൊന്നും അങ്ങനെ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. എന്താ എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞാൻ ഓർത്തത് ഞാൻ ഹാഫ് പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി. അവർ വേറെ എടുത്തപ്പോൾ പറഞ്ഞത് ഫുള്ള് എനിക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഹാഫ് പറഞ്ഞത്. എനിക്ക് ഇനി ഇതിനപ്പുറം കഴിക്കാൻ പറ്റത്തില്ല. എന്നോട് ക്ഷമിക്കണം. ഫുഡ് വേസ്റ്റ് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വരുമായിരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റാഞ്ഞിട്ടോ. എനിക്ക് മാത്രമല്ല അവർക്കും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പരാജയം സമ്മതിച്ചെന്നേക്കുന്നത്. വേണ്ട, പറ്റത്തില്ല. ഞങ്ങൾ പാഴ്സൽ എടുക്കാൻ പറഞ്ഞാൽ തന്നെയും ഞങ്ങൾക്ക് പിന്നെയാണെങ്കിൽ ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഇനി ഇതിൻ്റെ ബില്ലൊക്കെ വരുമ്പോൾ മിക്കവാറും ഞാൻ പോകുന്ന കിട്ടി വീഴുമായിരിക്കും. തുടക്കം തന്നെ ഫ്ലോപ്പായിപ്പോയി. ഇനി ഞാൻ അങ്ങോട്ട് എങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം തുടക്കത്തിൽ നമുക്കങ്ങനെ ഇതായിപ്പോയല്ലോ. പക്ഷേ ഇന്നലത്തെ ബിരിയാണി കഴിച്ചാൽ മതിയായിരുന്നു, അത് നല്ലതായിരുന്നു. ഇത് പറ്റത്തില്ല. സോറി ഗൈസ്, ഞാൻ പരാജയപ്പെട്ടു. അവർക്ക് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാഴ്സൽ പറഞ്ഞു കേട്ടോ. ഇനി ഇവിടെ വല്ല പട്ടികളുണ്ടെങ്കിൽ നമുക്ക് തെരുവ് പട്ടിക്ക് കൊടുക്കാം, വേസ്റ്റ് ആക്കണ്ട. പിന്നെ ഇവിടെ മെജസ്റ്റിക് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഫുഡ് കോർട്ടിൽ കിട്ടുമെന്നൊക്കെ ഇന്നലെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ലേറ്റ് ചെയ്താണ് ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ. നോക്കട്ടെ, നമുക്ക് അവിടെ എന്തുവായാലും പറഞ്ഞേ. നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൂടെയൊക്കെ മേടിക്കണം. അപ്പോൾ നമുക്ക് ആ ഷോപ്പിംഗ് മോളിൽ പോയി നോക്കാം. ഈ മോളിനകത്തെ ആൾക്കാരൊന്നുമില്ല. നല്ല ബ്രാൻഡഡ് ഷോപ്സൊക്കെയാണ് കൂടുതലുള്ള. നമ്മുടെ നാട്ടിലെ മോൾസിനേക്കാളും ദാരിദ്ര്യമാണ് കേട്ടോ. ഈ ഉടുപ്പ് കൊള്ളാം അല്ലേ? അതിനകത്ത് നല്ല പേഴ്സസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതേ അവിടെ കണ്ടോ വെഡ്ഡിങ് ഡ്രസ്സസിൻ്റെ കളക്ഷൻ. ഈ ഗൗൺ നല്ല രസമല്ലേ? കൊള്ളാം. ഷോർട്ട് ഡ്രസ് ഞങ്ങൾ ഇന്നലെ ഒരു ലോക്കലിനോട് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു ഇവിടുത്തെ ഫുഡ് കോർട്ടിലെ നല്ലതാണ്, പക്ഷെ ഇപ്പോൾ അവിടെ വർക്കിംഗ് അല്ല, എന്തൊക്കെ പണിയൊക്കെ നടക്കുക. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇത് ബേബി കെയറിൻ്റെ സെക്ഷനാണ് കേട്ടോ. ബേബീസിനുള്ള കാര്യങ്ങളൊക്കെ, പാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വേണ്ട. ഇവിടെ ദുര്യനുണ്ട്. പക്ഷെ ഇനി റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല കേട്ടോ. ദുര്യന. പിന്നെ കണ്ടോ നമ്മുടെ നാട്ടിലെ ചെങ്കദളിയാണോ കരിക്ക്. ഈ സൂപ്പർ മാർക്കറ്റിലെ നമുക്ക് രാവിലെ കഴിക്കേണ്ട ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ കപ്പയും പിന്നെ ചമ്മന്തിയാണ്. 150 രൂപയുള്ളൂ. ഇവിടെ വന്ന് കഴിച്ചാൽ മതി. ഇത് വെറുതെ അവിടെ 1300 രൂപ വേസ്റ്റ് ചെയ്തു. സാൻഡ്വിച്ചസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഷാമ്പൂവിൻ്റെയൊക്കെ സെക്ഷനാണ്. നമ്മുടെ നാട്ടിലെ ലൈഫ് ബോയിയുടെയൊക്കെ ഷാമ്പൂ ഉണ്ട്, 575 രൂപയാണ്. ലക്സ് ഉണ്ട്. പിന്നെ ഇവിടെ സാനിറ്ററി പാഡ് നമ്മുടെ അവിടെ സ്റ്റേ ഫ്രീയും വിസ്പറൊക്കെ അല്ലേ. ഇവിടെ മറ്റേ ഇവ എന്നൊക്കെ പറയുന്ന ബ്രാൻഡാണ് കേട്ടോ. ഫെംസ്, ഇവ, അങ്ങനെയൊക്കെ, പ്രോ കോറൽ അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡാണ്. ഇതാണ് കേട്ടോ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ. കണ്ടോ ഫാൻഡ കണ്ടോ, ഫാൻഡ ക്രീം സോഡ. നമ്മുടെ നാട്ടിൽ ഫാൻഡ ഉണ്ടെങ്കിൽ ഈ സാധനം ഇല്ലല്ലോ. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് ലയൺ എന്ന് പറഞ്ഞിട്ടൊരു ജിഞ്ചർ ബിയർ കണ്ടോ, അത് 150 രൂപയാണ്. ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിലുള്ള തന്നെ പെപ്സി, ഫാൻഡ, 7up, സ്പ്രൈറ്റ്, മൗണ്ടൻ ഡ്യൂ ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്തോ ഒരു ഡ്രിങ്ക്. ഇവിടെ വട്ടലപ്പനും നമുക്ക് ബിസ്ക്കറ്റ് പുഡിങ്ങും ഇരിപ്പുണ്ട്. ഇത് രണ്ടും നോക്കാം. വട്ടലപ്പൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ശ്രീലങ്കയിലെ ഫേമസ്. ഇത് പിന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്. അപ്പോൾ ഈ രണ്ട് നമുക്ക് നോക്കാം. ഈ വട്ടലപ്പൻ എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ. ഇതിന് 170 റുപ്പീസാണ് കേട്ടോ. അതായത് കഴിച്ചു നോക്കാം. പൊട്ടിച്ചപ്പോഴേ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെയൊക്കെ ഒരു മണമാണ് വരുന്നത്.
നല്ല ശർക്കരയൊക്കെ ഇട്ട് അടപ്രഥമൻ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ കണക്കാണ് കേട്ടോ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പുഡിംഗ് കൺസിസ്റ്റൻസി അതിന്. ഇത് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. ഇതെങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഇതിന് 170 റുപ്പീസാണ്. നല്ല മധുരമാണ്. ബിസ്ക്കറ്റിൻ്റെ ലെയറായിട്ട് വിപ്പിംഗ് ക്രീമും കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നോർമൽ. വട്ടലപ്പനായിരുന്നു കേട്ടോ സൂപ്പർ. ഇത് കുഴപ്പമില്ല, വെറുതെ ഒരു മധുരത്തിന് കഴിക്കാം, അത്രേ ഉള്ളൂ. മോളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ആ കൊളംബോ ബീച്ചൊക്കെ ഉണ്ടല്ലോ, അതുവഴിയാണ് ഞങ്ങൾ പോയത്. ഉച്ചയായത് കാരണം ഭയങ്കര വെയിലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇല്ലെങ്കിൽ ആ ബീച്ചൂടെ കണ്ട് എൻജോയ് ചെയ്തിട്ടേ പോകുള്ളായിരുന്നുള്ളൂ. വെയിൽ മാത്രമല്ല, ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടെ ആയിരുന്നു. വേർത്ത് ഇങ്ങനെ ഒഴുകുക. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥേനേക്കാളും വേഴ്സാണ്. കൊളംബോയിലെ ഓൾഡ് പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് ഓട്ടോ ചേട്ടൻ അതൊക്കെ പറഞ്ഞത്. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു റൗണ്ടും ഉണ്ട്. അപ്പോൾ അതിന് ശ്രീലങ്കയിലെ ഫ്ലാഗിനകത്തൊരു സിംഹത്തിൻ്റെ പിക്ചർ കാണത്തില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല രസമില്ലേ. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ക്യാൻറ്റീനിലോട്ട് പോകേണ്ട ടിക്കറ്റ് എടുത്തിട്ടോ. ഒരാൾക്ക് ഫസ്റ്റ് ക്ലാസ്സിനാണെങ്കിൽ 1500, സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 1000 രൂപ. ഭയങ്കര ചൂട് കേട്ടോ, നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട് ഒന്നുമല്ല ശരിക്കും. 2 മിനിറ്റ് നടന്നപ്പോൾ തന്നെ തലയൊക്കെ പൊള്ളുന്നു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് അവിടെ നോക്കാം എന്തെങ്കിലും ലോക്കൽ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നോ. കാരണം 3:30 ഇനി നമുക്ക് ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂർ കൂടെ ഉണ്ട്. ഇതാണ് കേട്ടോ സ്ട്രീറ്റ് മാർക്കറ്റ്. ഇവിടെ എല്ലായിടും കൂടുതൽ ഈ ചെരുപ്പും പിന്നെ ഫോൺ കവറൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നത്. ആണ്ടോ, ഇതാ ഫോൺ കവർ. ഭയങ്കര ബിസി സ്ട്രീറ്റാണ് കേട്ടോ. ഈ വണ്ടിയൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. എല്ലാവരും കൊടയൊക്കെ പിടിച്ചാണ് നടക്കുന്നത്. ഇത് ഈ ഷോപ്സിലാണെങ്കിൽ കുറേ വാച്ചും കാര്യങ്ങളൊക്കെ. ഇവിടെ കണ്ടോ കുറേ ഗ്ലാസും കപ്പും ഒക്കെയാണ്. ഇതൊരു കപ്പ്, ഇതേത് ഷോർട്ട് ഗ്ലാസ്. ഒരു ലൈൻ പറഞ്ഞു കേട്ടോ, ഇവിടെ 130 രൂപയാ. ഉപ്പ് മാത്രം മതിയെന്നാണ് പറഞ്ഞത്, പക്ഷെ മധുരം കൊണ്ടുവരും. ഞങ്ങളൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഇനി പരീക്ഷണങ്ങളൊന്നും പറ്റാത്തതാണ് ഞങ്ങൾ സ്നാക്സ് പറഞ്ഞു. ഇത് ചിക്കൻ, ഇത് ബീഫ്, ഇത് വെജിറ്റബിൾ എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കൊരു ചിക്കൻ്റെ സാധനം നോക്കാവേ. ചപ്പാത്തി റോളാണ് ആക്ച്വലി. ഉള്ളിൽ കുറച്ച് ചിക്കനും കുറേ ഉരുളക്കിഴങ്ങൊക്കെയാണ് ഉള്ളത്. സ്പൈസിയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വേറെ എന്തോ ടേസ്റ്റാണ്. കുഴപ്പമില്ല, കഴിക്കാം. നമ്മുടെ നാട്ടിൽ 10-20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഈ കൊക്കക്കോളയ്ക്ക്. ഇവിടെ ഇതിന് 120 രൂപയാണ്. വാട്ടറിനും നല്ല വിലയാണ്. 140 രൂപ ഈ 1 ലിറ്റർ വെള്ളത്തിന്. നല്ല കത്തി റേറ്റാണ് കേട്ടോ. ഞങ്ങൾ ഐസ് ക്യാൻഡി മേടിച്ചിട്ടോ. ഇതിന് 20 റുപ്പീസാണ് വണ്ണിന്. ഇത് എന്ത് ഫ്ലേവറാണ് അറിയത്തില്ല. ഇത് ഓറഞ്ച് ഫ്ലേവറാണ്. ഇവിടെ ഒരു അമ്മമ്മ പറയുന്നുണ്ട് ഇതാ നല്ലത്. ഓറഞ്ച്, ഓക്കെ, ഓറഞ്ചാണ് ഇതിന് നല്ലത്. ബെസ്റ്റ് ഇതാണെന്നാണ് പറയുന്നത്. കൊളംബോ റെയിൽവേ സ്റ്റേഷനിലെ കുറേ പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു. അവർ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നേ. എനിക്ക് അവരുടെ യൂണിഫോം ഇഷ്ടമായി. ലേഡി പോലീസുകാരുടെ യൂണിഫോം ആട്ടോ എനിക്കിഷ്ടമായി. നല്ലതല്ലേ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റെയർ കണ്ടോ, നല്ല രസമുണ്ട്. ഒരു പണ്ടത്തെയൊക്കെ. റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റൊക്കെ വൻ ശോക, ഒരു വൃത്തിയുമില്ല. നമ്മുടെ നാട്ടിനെക്കാളും വേഴ്സാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാനൊക്കെ നല്ല കേട്ടോ. എന്തൊരു ആശ്വാസമാണെന്നറിയോ ചൂട് നിന്നിങ്ങനെ എ സിയിലോട്ട് കയറിയപ്പോൾ. ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്ത ട്രെയിനിലെ TTR. നല്ല സ്നേഹമാണ് കേട്ടോ പുള്ളിക്കാരൻ. എല്ലാവരോടും നല്ല രീതിക്കാണ് പെരുമാറ്റമൊക്കെ. കാണാനും നല്ല ഭംഗിയല്ലായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഒത്തിരി നേരം ഇങ്ങനെ ഇന്ത്യയിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളമൊക്കെ പുള്ളിക്കാരനെ അറിയാം. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുമായിരുന്നു. അവിടെ എങ്ങനെയുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയാണോ എന്നൊക്കെ, അയാൾക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒത്തിരി നേരം ഞങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. നല്ല പെരുമാറ്റം കേട്ടോ, നല്ല സ്നേഹമായിരുന്നു പുള്ളിക്കാരൻ. നമ്മുടെ ട്രെയിൻ ജേർണി തുടങ്ങിയിട്ട് ഏകദേശം ½ ആൻ അവർ ആയിട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഉൾപ്രദേശത്തോടെ ട്രെയിനിൽ പോകുമ്പോൾ എങ്ങനെയാണ് അതേ കണക്കാണ് എനിക്ക് തോന്നുന്നത്.
വാഴയൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. കൂടുതലും ഇവിടെ വാഴക്കൃഷി ഈ ഉൾപ്രദേശത്തോട് കാണാൻ പറ്റുന്ന. പിന്നെ ഈ കുഞ്ഞ് അതായത് ഷീറ്റൊക്കെ ഇട്ട് ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ആഷ് പോഷൊന്നുമല്ല ഈ ഏരിയ മൊത്തം. ഈ ട്രെയിനൊക്കെ ആകുമ്പോൾ ഉൾപ്രദേശത്തൂടെ അല്ലേ പോവുക. അപ്പോൾ നമ്മൾ ഉൾനാടിലെ ജീവിതമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര ഭംഗി എന്നല്ല, പക്ഷേ ഈ ഭാഗമൊക്കെ നല്ല രസമാണ്. നല്ല കുഞ്ഞരുവികളും ഒക്കെ. പിന്നെ കൂടുതലും ഈ വാഴയും നമ്മുടെ നാട്ടിലുള്ള കണക്ക് മാവും പ്ലാവും ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം മാംഗോൻ്റെ സീസണാണെന്ന് കേട്ടോ തോന്നുന്നത്. കാരണം ഈ സൈഡിലുള്ള മാവൊക്കെ മാങ്ങയൊക്കെ ഉണ്ട് അതിലൊത്തിരി. പിന്നെ തെങ്ങും കമുകല്ലേ കവുങ്ങ, പിന്നെ തെങ്ങും കമുകും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഇവരുടെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കണക്ക് ഓടിട്ട വീടൊക്കെയാണ്, പക്ഷെ വേറൊരു കൈൻഡ് ഓഫ്. ഇത് വേറൊരു ബ്യൂട്ടി. നമ്മുടേത് വേറൊരു ബ്യൂട്ടിയാന്ന് പറയാം, ഇത് വേറെ. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല. കണ്ടോ ഓടിട്ട വീടൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ കൈൻഡ് ഓഫ് ക്യൂട്ടായിട്ടുണ്ട്. ചെറുത് എന്നാൽ ഇതുണ്ട്. 2 നില വീടൊക്കെ ആണെങ്കിലും ഓടൊക്കെ ഇട്ട് ഉള്ള ഭയങ്കര എന്തൊരു വെറൈറ്റി ബ്യൂട്ടിയാണ്. നെൽപ്പാടങ്ങൾ കുറേ കണ്ടു കേട്ടോ. ഇതിന് മുന്നേ ഒത്തിരി നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടവും കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന സീസണാണെന്നാണ് തോന്നുന്നത്. എനിക്കിവിടുത്തെ വീടുകൾ എനിക്കിഷ്ടപ്പെട്ടു. ഒന്നെങ്കിൽ തീരെ പാവപ്പെട്ട ഈ ഓല മേഞ്ഞ് ഷീറ്റിട്ട് ചേരി കണക്കിന് കുറേ ഏരിയ ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ വെക്കുന്ന പുതിയ വീട് പോലും അവർ ഓടൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ട്രെയിൻ എവിടെയോ സ്ലോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് നെൽപ്പാടം. ഇപ്പം നമ്മുടെ ട്രെയിൻ എവിടെയോ നിർത്തിയിരിക്കുവാണ് കേട്ടോ. വരുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. അതായത് നമ്മൾ ഈ മൂന്നാറിലൊക്കെ പോയാലുള്ളൊരു വ്യൂ ഒക്കെ അല്ലേ, അതേ കൈൻഡ് ഓഫ് വ്യൂ ഒക്കെയാണ്. ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലെ കണക്ക് ലുങ്കി കേട്ടോ കൊടുക്കുന്നത് ഞാൻ കാണിച്ചത്. ഇവിടെ ഒരു അങ്കിള് ലുങ്കി കൊടുത്ത് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. കണ്ട നമുക്ക് ട്രെയിനിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കണ്ട ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, അപ്പോഴത്തേനും ഡോർ ഓപ്പൺ ആവും. അങ്ങനെ നമ്മൾ ക്യാൻഡിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെയിൻ സ്ലോ ആക്കി തുടങ്ങി. ഇതാണ് ആ ഒരു ചെറിയ പട്ടണം, ക്യാൻഡി പട്ടണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ വരുമ്പോഴത്തേന് വേറെ ടൈപ്പ് കെട്ടിടങ്ങളൊക്കെ കാണുന്നത്. നമ്മളങ്ങനെ ക്യാൻഡി റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. എത്തിയിട്ട് ഇച്ചിരി ഒരു 10 മിനിറ്റ് ആയി. നമ്മൾ പിന്നെ LAയിൽ പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ നാളെ 8:15 11 മണിക്കൂർ കണ്ടേ ഉള്ളൂ ട്രെയിന്. 6 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ. പണ്ടത്തെ ഒരു രീതിക്കൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതായത് യൂറോപ്യൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്തതായിരിക്കണം മേ ബി. തടിയിലെ കുറേ വർക്ക്സും പിന്നെ ഡോറൊക്കെ ആണെങ്കിലും നമ്മൾ ഈ എൻക്വയറി നടത്താനായിട്ട് നമ്മൾ ഓഫീസിനകത്തോട്ട് കയറി ചെല്ലണം. നമ്മുടെ ആണെങ്കിൽ ഗ്ലാസിൻ്റെ വെളിയിൽ നിന്ന് അങ്ങനെയല്ല, ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അപ്പം ഡോറൊക്കെ തുറന്നു പോകുന്നത് എന്താ പറയുക, തടിയുടെ ഡോറും കാര്യങ്ങളും. ജനാലയാണെങ്കിലും തടിയിലാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയായിട്ടോ. അത് അവിടെ ആ ട്രെയിനിൻ്റെ എൻഡ്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ വന്ന ട്രെയിന് ഇവിടെ വരെ ഉള്ളൂ, ക്യാൻഡി വരെ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ ഞാൻ കാണിച്ചില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഈ ട്രെയിനൊക്കെ നടക്കുന്നത്. കാരണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ ഇനി അങ്ങ് അകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനൊക്കെ കയറുന്ന അവിടെ കാണുള്ളൂ. അത് കണക്ക് തന്നെയായിരുന്നു കൊളംബോയിൽ നമ്മൾ കയറിയപ്പോഴും. കൊളംബോ ഫോർട്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കയറിയേ. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെയിൽവേ സ്റ്റേഷനകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ. അത് കണക്ക് ഇവിടെ നിന്ന് വീണ്ടും അകത്തോട്ട് പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് വേണം. പുറത്തോട്ട് വരണമെങ്കിൽ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കാണിച്ചിട്ടേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഓഫീസേഴ്സ് സൈഡിൽ അവിടെ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൽ തന്നെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ ഞാനകത്ത് ഇവിടെ പുറത്തുനിന്ന് കാണിച്ചു തരാം. അകത്തൊരു വ്യൂ. ഇത് അവിടെ സൈഡിൽ ഇരിക്കുന്നില്ലേ, അവരാണ് നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇത് ഇവിടെ വരെ ഉള്ളൂ ക്യാൻഡി റെയിൽവേ സ്റ്റേഷൻ. അവിടെ വരുമ്പോഴത്തേന് എൻഡാണ്. കണ്ടോ, ഇങ്ങനെയൊക്കെ എൻഡ് ആകുന്നതൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് ക്യാൻഡി സെൻട്രൽ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ ക്യാൻഡി ലേക്ക് ഉണ്ട്, അതിൻ്റെ തീരത്തായിട്ട് നൈറ്റ് ലൈഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ തായ്ലൻഡിലെ കണക്കൊന്നും കാണത്തില്ല. 24 hours വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ KFC കഴിക്കാനോ അതോ നല്ല ഫുഡ് കഴിക്കണോ എന്നുള്ളൊരു ചിന്തയിലാണ്.
ഇവിടത്തേക്ക് ബിൽഡിങ്സ് നല്ലതാണ് കേട്ടോ. അതായത് ഒരു ശ്രീലങ്കൻ ട്രഡീഷണൽ രീതിക്ക് നിർമ്മിച്ചേക്കുന്നത്. ഈവൻ KFC പോലും നമ്മൾ സ്കൈ ലോഞ്ചിലാട്ടോ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. ഭയങ്കര നല്ല രസമുള്ള വൈബൊക്കെയാണ്. നമുക്ക് പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. നല്ല കത്തി റേറ്റും ആണ് കേട്ടോ. ഈ ഒരു ലെമനേഡിന് 500 റുപ്പീസാണ്. ഒട്ടും കൊള്ളത്തില്ല. 500 രൂപ. ഇവിടെ ഉണ്ടോ സ്മോക്കിംഗ് ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്ന് സ്മോക്ക് ചെയ്യാം. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഇത് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാനായിട്ട്, അതായത് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് കഴിക്കാനായി സ്നാക്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കയറിയപ്പോഴത്തേനും ഒരു ചേട്ടൻ വന്ന് സിഗരറ്റ് ചോദിച്ചു കേട്ടോ. അന്നേരം അവർ പറയില്ല 3000 ശ്രീലങ്ക റുപ്പീസ് ആണെന്ന്. അതായത് നമ്മുടെ നാട്ടിലെ 1000 റുപ്പീസ്. അപ്പം ആ ചേട്ടൻ ഇന്ത്യയിൽ നിന്ന് എങ്ങാണ്ട് വന്നെങ്ങാണ്ട പുള്ളിക്കാരൻ തമിഴിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താ ഇത്രയും റേറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേനും കടക്കാരൻ പറഞ്ഞു ഇവിടെ ഈ സ്മോക്കിംഗ് ഇത് കുറയ്ക്കാനായിട്ട് ആൾക്കാരുടെ ഭയങ്കരമായിട്ട് ഇത് കുറയ്ക്കാനായിട്ട് അവർ റേറ്റ് നല്ല രീതിക്ക് കൂട്ടിയത്. മുമ്പൊന്നും ഇത്രയും റേറ്റ് ഇല്ലായിരുന്നു, പക്ഷെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയതാണെന്നാണ് പറഞ്ഞത്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതേ കണക്ക് കൂട്ടണം, എന്നാലേ എല്ലാവരും പഠിക്കുകയുള്ളൂ. ഇവിടുത്തെ മെനുവിൽ തന്നെ സിഗരറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് സിഗരറ്റ് കിട്ടും. അതായത് ഡൺഹിൽ സ്വിച്ച് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് 5500 രൂപയും ഗോഡ് ലീഫിന് 3000 രൂപ. കണ്ടോ, ഞാൻ കള്ളത്തരം പറയുന്നല്ലോ, ശരിക്കും ഉള്ളതാണ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. സ്പൈസിനെസ് ഒന്നുമില്ല, പക്ഷെ ഫ്ലേവർ കൊള്ളാം. എന്തോ ഫ്ലേവേർഡ് മയണൈസ് കണ്ടോ കേട്ടോ ഇതിൽ ഒഴിച്ചേക്കുന്നത്. ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കാണാണ്ട് പേര് അറിയത്തില്ല, ഞാൻ വായിച്ചു തരാം. ലെബനീസ്. ഇത് കഴിച്ചു കഴിയട്ടെ, ഇല്ലെങ്കിൽ നല്ലോണം പ്രൊനൗൺസിയേഷൻ വരത്തില്ല. ഇതിന്റെ പേര് ലെബനീസ് ഷിഷ് ടവൂക്ക് ചിക്കൻ സർവീസ് സാലഡ് ആൻഡ് ഓറിയന്റൽ റൈസ്. ഇതാണ് ഓറിയന്റൽ റൈസ്, ഇതാണ് സാലഡ്. ഇത് ലെബനീസ് ഷിഷ് ടവൂക്ക് ചിക്കൻ. അതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും ലെബനീസ് ഡിഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. റൈസിന് നല്ല ഫ്ലേവർ ഉണ്ട്. സാലഡ് നോക്കട്ടെ. സാലഡ് ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ട്. കൊള്ളാം. ചിക്കനും കൊള്ളാം, കുഴപ്പമില്ല. സമാധാനത്തോടെ ഇനിയെങ്കിലും കഴിക്കാമല്ലോ എനിക്ക്. ഷിഷ് ടവൂക്കിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് 2100 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നത് പറഞ്ഞില്ല, തീർന്നത് പറഞ്ഞില്ല. ഇനി കൊക്കക്കോള എന്തെങ്കിലും കുടിക്കണമെന്നുണ്ട്. അപ്പം അതുകൂടെ കുടിച്ചിട്ട് നമുക്ക് പോവാം, തിരിച്ച് ഹോട്ടലിൽ പോവാം.